Hello friends, welcome back to our channel Mom's Daily. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ഒരു ഡിന്നർ റെസിപ്പി ആയിട്ടോ അല്ലെങ്കിൽ ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ആയിട്ട് നമ്മൾ എല്ലാവർക്കും കഴിക്കാൻ പറ്റുന്ന ഒരു വിഭവമാണ്. ഇത് നമ്മൾ വെർമിസെല്ലി കൊണ്ടാണ് ഉണ്ടാക്കുന്നത് അല്ലെങ്കിൽ സേമിയ കൊണ്ടാണ് ഈ ഒരു റെസിപ്പി ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഇത് എങ്ങനെ ഉണ്ടാക്കാമെന്ന് പെട്ടെന്ന് കണ്ടു നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു കപ്പോളമുള്ള സേമിയ എടുത്തിട്ടുണ്ട്. ഇത് വറുക്കാത്ത സേമിയാണ്, അപ്പോൾ അതുകൊണ്ട് ഞാനിതൊന്ന് വറുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ളത് വറുത്ത സേമിയ ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു സ്റ്റെപ്പ് ഒഴിവാക്കാം. അപ്പോൾ ഞാനൊന്ന് വറുക്കാൻ പോവാണ്. അതിനായിട്ടൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പാൻ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും നമുക്കിതിനകത്തോട്ട് ആ സേമിയ ഇട്ട് കൊടുത്ത് ഇതൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. ഒരു മിനിറ്റോളം ഒന്ന് ഇളക്കിയാൽ മാത്രം മതിയാവും. ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. അപ്പോൾ ഇതിൻ്റെ നിറം ഒന്നും മാറണ്ട, ജസ്റ്റ് ഒന്ന് ചൂടൊന്ന് തട്ടിയാൽ മാത്രം മതിയാവും. അപ്പോൾ ഞാനൊന്ന് ഇളക്കിയെടുത്തിട്ട് വരാം. അപ്പോൾ ഇവിടെ ഒരു മിനിറ്റോളം കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ സേമിയൊക്കെ ഒന്ന് പിടിക്കുമ്പോഴത്തേക്കും പൊടിഞ്ഞു പോകുന്നുണ്ട്. ഇനി അടുത്തത് ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ഈ ബൗളിനകത്തോട്ട് ഞാൻ ചെറു ചൂടുവെള്ളമാണ് ഒഴിച്ചിരിക്കുന്നത്. അത് അത്യാവശ്യം നമ്മുടെ വിരലൊന്ന് മുക്കി വെച്ച് കഴിഞ്ഞാൽ വിരൽ മുക്കി വയ്ക്കാൻ പറ്റണം, അത്രയും ഒരു ചെറു ചൂട് വേണം നമുക്ക് ആ വെള്ളത്തിന്. ഇതിനകത്തോട്ട് നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള സേമിയ ഒന്ന് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് നമുക്കിതൊരു 5 മിനിറ്റോളം, ഒത്തിരി നേരം കൂടുതലൊന്നും വേണ്ട, വെറും 5 മിനിറ്റ് നമുക്കിതിനകത്തൊന്ന് കുതിർക്കാൻ വെക്കണം. അതായത് ഈ ഒരു സേമിയൊക്കെ നന്നായിട്ടൊന്ന് സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് ഞാനിപ്പോൾ ഇതിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു സ്പൂൺ വെച്ചിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഒരു കാര്യം ഉറപ്പ് വരുത്താം, സേമിയ വെള്ളത്തിൽ മുങ്ങിക്കെടുക്കുന്നുണ്ട് എന്നുള്ളതൊന്ന് ഉറപ്പ് വരുത്തണം. അപ്പോൾ ഞാനൊരു സ്പൂൺ വെച്ച് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അവിടെ ഒരു 5 മിനിറ്റ് കഴിഞ്ഞു. നിങ്ങൾക്ക് തന്നെ കാണാൻ കണ്ടോ, സേമിയൊക്കെ ഒന്ന് നന്നായിട്ട് തന്നെ കുതിർന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ 5 മിനിറ്റിനേക്കാളും കൂടുതൽ വെച്ച് കഴിഞ്ഞാൽ ഒത്തിരി അങ്ങ് വെള്ളം കുടിക്കും. അപ്പോൾ അത് ശ്രദ്ധിക്കണം. അപ്പോൾ ഞാനിതൊരു അരിപ്പയിൽ വെള്ളം ഒന്ന് അരിച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിങ്ങനെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിതൊന്ന് മാറ്റി വെക്കുകയാണ്. ഇനി നമുക്ക് ഒരു തേങ്ങയുടെ ഒരു മിക്സ് ഉണ്ടാക്കണം. അപ്പോൾ അത് ഞാൻ എങ്ങനെയാണെന്ന് കാണിക്കാം. അതിനായിട്ട് ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇതിനകത്തോട്ട് നിങ്ങൾക്ക് എത്ര ആണോ തേങ്ങ ആവശ്യം അത്രയും ചേർക്കുക, ചെറിയ തേങ്ങ ചേർക്കുക. ഞാനിപ്പോൾ ഇവിടെ ഒരു 5 മുതൽ 6 ടേബിൾ സ്പൂൺ വരെയുള്ള തേങ്ങ എടുത്തിട്ടുണ്ട്. കാരണം കുഞ്ഞുങ്ങൾക്കൊക്കെ എപ്പോഴും ചെറിയ തേങ്ങയൊക്കെ ഇങ്ങനെ ഈ ഒരു അപ്പത്തിലൊക്കെ കഴിക്കാനൊക്കെ ഇഷ്ടമായിരിക്കും. അപ്പോൾ ഞാൻ ഇതിനകത്തോട്ട് ഒരു 1/2 ടേബിൾ സ്പൂണോളമുള്ള പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഏലക്കയുടെ പൊടി ഒന്ന് ചെറുതായിട്ടൊന്ന്, ഒരു ഏലക്കയുടെ കുരു മാത്രം എടുത്തിട്ട് നമുക്കൊന്ന് ചതച്ചോ പൊടിച്ച് ഇതിനകത്ത് ചേർത്ത് കൊടുത്താലും ഒരു ഫ്ലേവർ ആട്ടോ. അപ്പോൾ ഇനി നമുക്കിത് ഇഡ്ഡലി തട്ടിൽ വെച്ചിട്ട് ആവി കയറ്റാണ് ചെയ്യുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാൻ ആദ്യം അല്പം തേങ്ങ ഓരോ തട്ടിലിട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് അതുപോലെ പഴമൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഇപ്പം നമ്മൾ ഈ ഉണ്ടാക്കിയ തേങ്ങയുടെ മിക്സ്ചറിൽ അല്പം പഴം ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ, നേന്ത്രപ്പഴമൊക്കെ ഒന്ന് നമ്മൾ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ ടേസ്റ്റാണ്. അപ്പോൾ ഞാൻ ഇനി ഇതിൻ്റെ മേലേക്കൂടെ നമ്മൾ നേരത്തെ വെള്ളമൊക്കെ വാലാൻ വെച്ചിട്ടുണ്ടായിരുന്ന, വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു സേമിയ ഒന്ന് വെച്ച് കൊടുക്കുകയാണ്. ഇനി നമുക്കിതൊരു 5 മിനിറ്റോളം ഒന്ന് മൂടി വെച്ചിട്ടൊന്ന് വേവിക്കണം. 5 മിനിറ്റ് തന്നെ മതിയാവും കേട്ടോ. കാരണം ഇത് പെട്ടെന്ന് തന്നെ ആയി കിട്ടും. ഓൾറെഡി ഇത് നന്നായിട്ടൊന്ന് എന്താ പറയുക, ഒന്ന് സോഫ്റ്റ് ആയിട്ടുള്ളതാണ്. അപ്പോൾ ഇവിടെ ഒരു 5 മിനിറ്റ് കഴിഞ്ഞു. നമ്മുടെ സൂപ്പർ ആയിട്ടുള്ള ഒരു സേമിയ ഇടിയപ്പം ഇവിടെ റെഡിയാണ്. നല്ല സോഫ്റ്റും അതുപോലെ നല്ല സ്വാദാണ് ഇത് കഴിക്കാനായിട്ട്. അപ്പോൾ ഞാനിതൊരു സെർവിങ് പ്ലേറ്റിനകത്തോട്ടൊന്ന് മാറ്റിയെടുക്കാം. ഇത് ഞാൻ പറഞ്ഞ പോലെ നമുക്കൊരു 10 മിനിറ്റ് ഉണ്ടെങ്കിൽ, ഈ കുതിർത്ത് വെക്കുന്ന കാര്യം ഉൾപ്പെടെ ഒരു 10 മിനിറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സൂപ്പർ റെസിപ്പിയാണ്. പെട്ടെന്ന് കുഞ്ഞുങ്ങളൊക്കെ സ്കൂൾ വിട്ട് വരുമ്പോൾ ഒന്നുമില്ല എന്നൊക്കെ തോന്നുവാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും തട്ടിക്കൂട്ടി ഉണ്ടാക്കണം എന്നൊക്കെ തോന്നുവാണെങ്കിൽ ഇതൊക്കെ അത്തരത്തിലുള്ള റെസിപ്പിയാണ്. അപ്പോൾ ഈ സേമിയ അല്ലെങ്കിൽ വെർമിസെല്ലി എന്ന് പറയുന്നത് പായസം ഉണ്ടാക്കാൻ മാത്രമല്ല, അല്ലെങ്കിൽ ഇപ്പോൾ ഞാൻ ഇതിൻ്റെ മുന്നും ഒരു സേമിയ ബിരിയാണിയുടെ ഒരു റെസിപ്പി ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുപോലൊക്കെ തന്നെ നമുക്ക് പല തരത്തിലും ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒന്ന് തന്നെയാണ് ഈ ഒരു സേമിയ എന്നുള്ളത്. അപ്പോൾ ഇതും എന്നോട് ഒത്തിരി പേര് റിക്വസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആയിരുന്നു കേട്ടോ. ഇത് സേമിയ വെച്ചിട്ട് എന്തൊക്കെ ഉണ്ടാക്കാൻ പറ്റും എന്നൊന്ന് കാണിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് അത്തരത്തിലുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ്. ഇനി നമുക്ക് ഇതിൻ്റെ കൂടെ എന്ത് കഴിക്കാം എന്നുള്ളത്, ഇപ്പം ഞാനിന്നിപ്പോൾ ഇവിടെ പഞ്ചസാരയൊക്കെ ചേർത്തതുകൊണ്ട് ഇതിൻ്റെ കൂടെ കറികളൊന്നും ഒന്നും ആവശ്യമില്ല. നമുക്കിങ്ങനെ തന്നെ ഒരു സ്നാക്ക് പോലെ തന്നെ എടുത്ത് കഴിക്കാവുന്നതാണ്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും കറികൾ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ പഞ്ചസാര ഒഴിവാക്കിയിട്ട് നമ്മുടെ വീട്ടിലുള്ള കറികൾ, കടലക്കറിയൊക്കെ വെച്ചിട്ട് നമുക്ക് കഴിക്കാം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പോൾ നമ്മുടെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഉടനെ കാണാം. Until then, bye bye.